അല്ല റോക്സേ, നിന്റെ കടയിൽ എന്തൊക്കെ ഓഫേഴ്സ് കൊടുക്കണോ നീയല്ലേ തീരുമാനിക്കണ്ടേ, അല്ല യൂണിയൻ അതെ, അതങ്ങനെ തന്നെ വേണം. റോക്സെ, കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് പോയാലേ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടത്തുള്ളൂ, കച്ചവടം കൊടുത്തുള്ളൂ. യു ഗോ അഹെഡ്. അതെ, കടയിൽ എന്തൊക്കെ ഓഫേഴ്സ് ഉള്ളേ? അല്ല, ഡിസ്പ്ലേക്ക് 1500 രൂപ വിത്ത് സ്ക്രീൻ കാർഡ്, പിന്നെ എക്സ്ഫോണ് 399 രൂപ. അതെ, പിന്നെ എയർപോർട്ട് 499 രൂപ. അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. കുഴപ്പമില്ല. പുതിയ ഫോൺ മേടിച്ചാൽ ഓഫർ ഉണ്ട്. സ്ക്രീൻ കാർഡ്, പൗച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രീ സാധനം മാത്രം തരൂ. ഫ്രീ സാധനം മാത്രം തരാനായിട്ട് എന്താ? ശരി. അപ്പൊ ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി വന്നത്, എല്ലാരും എന്റെ കടയിൽ തന്നെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങണം. എന്തുണ്ടെങ്കിലും പുറത്ത് വിളിച്ചു പറയാൻ കൊണ്ട് തരാം കേട്ടാ. അപ്പൊ യേശു എല്ലായിടത്തൊക്കെ പറയണം, കാണുന്ന ആൾക്കാർ കൂട്ടുകാരന്മാരെ എല്ലായിടത്തും പറയണം, സ്റ്റാറ്റസ് ഒക്കെ ഇടണം, വിളിക്കണം നമുക്ക്. സിന്ധുവിനെയാ സപ്പോർട്ട് ഉറപ്പായിട്ടും. എനിക്ക് ഇനി 1-2 സ്ഥലത്തും കൂടെ കയറി പറയണം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അമ്മേ പറഞ്ഞേ, പോകട്ടെ. ചേട്ടാ അതെയോ ഞാനേ എന്തായാലും പണ്ടത്തെ തല്ലുള്ളി തരൊക്കെ നിർത്തിയിട്ട് നല്ല പരിപാടിക്ക് ഇറങ്ങിയത് നന്നായി അല്ലേടിയാ? നല്ല പയ്യൻ അല്ലേ? ഉപ്പും മുളകിനെയും ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നിങ്ങൾക്കിഷ്ടം ഉപ്പും മുളകും ഇഷ്ടമാണെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഷിബു റോക്സ് അങ്ങനെ പാറമട വീടിൻ്റെ മരുമകനായി വരികയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. എല്ലാവർക്കും ഷിബു റോക്സിനെ നല്ലപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഷിബു റോക്സ് പഴയ പരിപാടിയൊക്കെ നിർത്തി ഡീസൻ്റായി പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും നമുക്ക് കാണാം എന്തൊക്കെയായിരിക്കും ഷിബു റോക്സ് ചെയ്യാൻ പോകണമെന്ന്. എന്തായാലും ശിവാനിക്ക് നല്ലപോലെ ഷിബു റോക്സിനെ ഇഷ്ടമായി എന്നാണ്. ശിവാനിയുടെ ഈ ഡാൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി വീണ്ടും എൻ്റെ ചാനൽ കാണുക. ഉപ്പുമുളകും സംബന്ധിച്ച പുതിയ വീഡിയോസ് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവരുന്നു. നിങ്ങളുടെ എവരുടെയും സപ്പോർട്ട് വേണം. അതിനായി സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ വേണം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.